നിങ്ങളെ എപ്പോഴെങ്കിലും ഇരുട്ടും ഭയവും വലയം ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിൽ എല്ലാം നന്നായി നടക്കുന്നു. പെട്ടെന്ന് നിങ്ങൾ ഇരുട്ടിൻ്റെയും ഭയത്തിൻ്റെയും താഴ്വരയിൽ എത്തപ്പെടുന്നു. ആ സ്ഥലത്ത് നിങ്ങൾ എത്ര നേരം ഉണ്ടായിരിക്കുമെന്ന് അറിയുന്നില്ല. ഒരു അനിശ്ചിതത്വം നിറഞ്ഞ സ്ഥലം. നിങ്ങൾ ഒരിക്കൽ പോലും അവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. അവയെ നേരിടാൻ തയ്യാറുമല്ല. സങ്കീർത്തനം 23-4 വാക്യത്തിൽ ദാവീദ് പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദാവീദ് കടന്നുപോയ താഴ്വരയെക്കുറിച്ച് 2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്, അത് കൂരിരുളിൻ്റെ താഴ്വരയായിരുന്നു. ഇരുളടഞ്ഞ, നിഗൂഢമായ, അഗാധമായ നിഴൽ എന്നൊക്കെയാണ് ഇതിനർത്ഥം. ഇരുട്ട് അന്ധകാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അനാരോഗ്യകരമായ അവസ്ഥയെ കാണിക്കുന്ന, കണ്ണുകൾക്ക് ചുറ്റുമുള്ള വൃത്തമോ നിഴലോ ഉള്ള അവസ്ഥയ്ക്ക് ഇതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കരഞ്ഞ് കരഞ്ഞ് എൻ്റെ മുഖം ചുമന്നിരിക്കുന്നു, എൻ്റെ കണ്ണിന്മേൽ അന്ധതമസ് കിടക്കുന്നു. ഒരുപക്ഷെ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. എന്നിട്ടും ഏകാന്തത അനുഭവിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? നാം പറയാറില്ലേ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊക്കെ. രണ്ടാമതായി, ദാവീദിൻ്റെ താഴ്വര അതൊരു ഭയത്തിൻ്റെ താഴ്വരയായിരുന്നു. ദാവീദ് പറയുന്നു, ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അനർത്ഥങ്ങളില്ല എന്ന് താൻ പറയുന്നില്ല, പക്ഷേ അവൻ അനർത്ഥത്തെ ഭയപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത്. അനർത്ഥങ്ങൾ നമ്മെ ദോഷകരമായി ബാധിക്കുകയും ഭയവും ഉത്കണ്ഠയും വേദനയും മരണം പോലും ഉണ്ടാക്കുകയും ചെയ്യും. ഇവിടെ ഇടയനുമായി ബന്ധം പുലർത്തുകയും ഇടയനിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന ദാവീദ് ഇപ്പോൾ താഴ്വരയിലൂടെ നടക്കാൻ ഇടയനിൽ ആശ്രയിക്കുന്നു. നിഗൂഢമായ താഴ്വരയിൽ ഭയം നമ്മെ പിടികൂടുമ്പോൾ താഴ്വരയിൽ നിന്നും ഓടി വേഗത്തിൽ പുറത്തു കടക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ ദാവീദ് ആത്മവിശ്വാസത്തോടെ ആ താഴ്വരയിലൂടെ നടക്കുന്നു. പല താഴ്വരകളിലൂടെ നടന്നതിൻ്റെ പരിചയമല്ല തൻ്റെ ആത്മവിശ്വാസം. മറ്റുള്ളവയേക്കാൾ എളുപ്പമുള്ള താഴ്വരയായതുകൊണ്ടുമല്ല, അതിലൂടെ നടക്കാനുള്ള കഴിവുകൾ പരിശീലിച്ചതുകൊണ്ടും അല്ല. അവൻ്റെ ആശ്രയം കർത്താവിൽ ആയിരുന്നതുകൊണ്ടാണ്. ദാവീദിന് ആത്മവിശ്വാസം നൽകിയ 2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കർത്താവ് നമ്മോടൊപ്പമുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണെന്നത് ഒരു പ്രശ്നമേ അല്ല. കാരണം കർത്താവിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു താഴ്വരയുമില്ല. മരുഭൂമിയിലും തനിക്ക് വഴിയുണ്ട്. അവൻ ഉറങ്ങുകയോ മയങ്ങുകയോ ഇല്ല. സങ്കീർത്തനം 23 മുഴുവനും ആ ഇടയനെക്കുറിച്ചാണ്. അവൻ വഴി കാട്ടുന്നു, വഴി നടത്തുന്നു, അവൻ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നു, അവൻ എപ്പോഴും നിങ്ങളുടെ അരികിലുണ്ട്. നമ്മൾ കടന്നുപോകുന്ന താഴ്വരയിൽ കർത്താവ് നമ്മോടൊപ്പം എപ്പോഴുമുണ്ട്. എന്തിനാണ് ഭയക്കുന്നത്? ദാവീദിന് ആത്മവിശ്വാസം നൽകിയ 2ാമത്തെ കാര്യം ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രമല്ല, ദൈവത്തിൻ്റെ സംരക്ഷണം കൂടെയാണ്. ഇടയൻ തൻ്റെ വടി ഉപയോഗിച്ച് ആടുകളെ മെല്ലെ തലോടിക്കൊണ്ട് അവയെ നയിക്കുന്നു. ഒരു പ്രത്യേക വഴിയിലേക്ക് അവയെ നടത്തുവാൻ ഇവിടെ ശരീരത്തിന് നേരെ വടി ഒന്ന് അമർത്തിയെന്നും വന്നേക്കാം. കാരണം ആടുകൾ എല്ലാത്തരം പ്രശ്നങ്ങളിലും അകപ്പെടുന്നതിനാൽ ഇടയൻ തൻ്റെ വടി ഉപയോഗിച്ച് അവയെ അപകടകരമായ സ്ഥലങ്ങളിൽ നിന്നും ഉയർത്തുന്നു. ഇടയനിൽ ആശ്രയിച്ചുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഞാൻ കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു.
പ്രിയ സുഹൃത്തെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ താഴ്വരകളെ അതിജീവിക്കുവാൻ നല്ല ഇടയനായ കർത്താവിൽ ആശ്രയിക്കുക. അവൻ നിങ്ങളെ കൂരിരുളിൻ്റെയും ഭയത്തിൻ്റെയും താഴ്വരകളെ അതിജീവിക്കാൻ സഹായിക്കും. ഇടയനിൽ ആശ്രയിച്ച് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ നടക്കുവാൻ കഴിയും. ഒരനുഗ്രഹിക്കപ്പെട്ട മാസം നേരുന്നതോടൊപ്പം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.